അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനുൽ ശരീഫ് ദിവസവും 2 ഏട് വീതം ഓതി ഖത്മ് ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനുൽ ഷരീഫിലെ പ്രഥമ ദിനമായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൾഫിലൊക്കെ 2ാമത്തെ ദിനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം 1ാമത്തെ നോമ്പിലാണ് നാം ഉള്ളത്. പരിശുദ്ധമായ റമദാനുൽ ഷരീഫിൽ നാം തുടങ്ങി വെച്ചതായ ഖത്മുൽ ഖുർആൻ മജ്ലിസ്, അൽഹംദുലില്ലാഹ്, അതിൻ്റെ 6ാം ഘട്ട ഖത്ം ദുആ മജ്ലിസ് പരിശുദ്ധമായ റമദാനുൽ ഷരീഫ് ഒന്നിന് തന്നെ നമുക്ക് ഖത്ം തീർക്കുവാനും ഇന്ന് തന്നെ പുതിയ ഖത്മ് തുടങ്ങുവാനുമുള്ള ഒരു സംരംഭം അള്ളാഹു നമുക്ക് തുറന്നു നൽകിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നാം ഓതിയത്, ഒരുമിച്ച് കൂടിയത്, ചൊല്ലിയത്, ദുആ ചെയ്തത് ഒക്കെ അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ഓതാൻ പോകുന്നത് സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്തുൽ ഫീൽ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതി നാം ഖത്ം പൂർത്തിയാക്കുകയും, ഖത്മ് ഓതുന്ന ആളുകൾ സൂറത്തുൻ നാസ് കഴിഞ്ഞാൽ നിർത്താൻ പാടില്ല എന്നാണ്. ബാക്കി വീണ്ടും പുതിയൊരു ഖത്മ് തുടങ്ങി വെക്കണം, എന്നാലാണ് അടുത്ത ഖത്മ് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുക. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നുള്ള സൂറത്തുൻ നാസ് ഓതിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുതിയ ഖത്മ് തുടങ്ങും. ഫാത്തിഹ ഓതി അത് തീർത്ത് പിന്നെ അൽ ബഖറയിൽ നിന്ന് ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് വരുന്ന 5 ആയത്ത് ഓതി സ്വദഖല്ലാഹ് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതി നിർത്തും. അതിനുശേഷം ദുആ വസിയത്തുകളൊക്കെ വായിച്ച് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ദുആ വസിയത്തുകളൊക്കെ വായിച്ച് വിടും. വായിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും മനസ്സറിഞ്ഞ് ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനുൽ ഷരീഫിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് റാഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര് ഖത്ം ദുആക്ക് വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. രാവിലെ ഖത്ം വഴങ്ങുന്ന ആളുകൾ ഒന്നുകിൽ പകലിൻ്റെ തുടക്കത്തിൽ വഴങ്ങണമെന്നാണ്. പകലിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സുബഹിൻ്റെ ശേഷം, അതല്ലെങ്കിൽ രാത്രിയുടെ തുടക്കത്തിൽ വഴങ്ങണമെന്നാണ്. രാത്രിയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? അത് മഗ്രിബിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ സുബഹിൻ്റെ ശേഷമാണ് ഖത്ം വഴങ്ങാൻ പോകുന്നത്. അങ്ങനെ സുബഹിൻ്റെ ശേഷം ഒരാൾ ഖത്ം വഴങ്ങുമ്പോൾ മഗ്രിബ് വരെ അവനക്ക് 40,000 മുതൽ മലക്കുകൾ അവനക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പൊറുക്കലിനെ ചോദിക്കുന്ന മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖത്ം ദുആക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണി നിങ്ങൾ കരുതിയിട്ടുണ്ടാകും. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഈത്തപ്പഴമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത്. നോമ്പൊക്കെ ആയതുകൊണ്ട് അതൊക്കെ എടുത്തു വെക്കുക. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഖത്തൊക്കെ വഴങ്ങിയതിന് ശേഷം ഇപ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റില്ല, നോമ്പല്ലേ. അപ്പോൾ അതൊക്കെ എടുത്ത് ഒരു ഭാഗത്ത് കൊണ്ടുവച്ച് ഇൻഷാ അല്ലാഹ് നോമ്പൊക്കെ തുറക്കുമ്പോൾ അതിൽ നിന്നെടുത്തുകൊണ്ട് നമുക്ക് നോമ്പ് തുറക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഖുർആൻ പാരായണത്തിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ദുആ വസിയത്തുകൾ നമുക്ക് വായിക്കാം ഇൻഷാ അല്ലാഹ്. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. بسم الله الرحمن الرحيم. لإيلاف قريش
إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس
الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. صدق الله العظيم. തഖബ്ബൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പിഴവുള്ള തെറ്റുകളൊക്കെ വന്നു പോയിട്ട് അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നാളെ നമ്മുടെ ഖബറിലേക്കും ഇന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്കും ഉപകരിക്കുന്ന സൽക്കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരു റമളാനിൽ നാം തുടങ്ങി വെച്ച ഈ ഖത്തം പരിശുദ്ധ റമളാനിൽ തന്നെ നമുക്ക് തീർക്കുവാനും പുതിയ ഖത്തം തുടങ്ങുവാനും ഒക്കെ അവസരം ലഭിച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമായ ഈ പരിശുദ്ധമായ റമളാനുൽ ഷരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അർത്ഥത്തിലും നമ്മളുടെ ഈ മജ്ലിസിനെ നാം ഓതിയ ഖത്തമുകളെ ഇത് 6ാമത്തെ ഖത്തമു ദുആ മജ്ലിസാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെയൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഖബറിൽ കിടന്ന് സന്തോഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഖബറിൽ ഏകാന്തരാണ്, അവർ ഒറ്റക്കാണ്. അവരുടെ ഖബറിലേക്ക് എന്നും എന്തെങ്കിലും ഒരു സന്തോഷം, ഒരു സമ്മാനം ഖബറിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു പേജ് ഖുർആൻ ഓതി ഖത്തം തീർക്കുന്ന മജ്ലിസ് നാം തുടങ്ങി. പിന്നെ അതൊരു ഏടായി, പിന്നെ അത് 2 ഏടായി, അങ്ങനെ ഖത്തം ഓതി ദുആ ചെയ്യുന്ന മജ്ലിസ് നാം തുടങ്ങിയത്. എന്നും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഓർക്കുവാനും അവരുടെ ഖബറിടത്തിലേക്ക് എന്നും നമ്മുടെ വക മഗ്ഫിറത്തിനുള്ള സന്തോഷത്തിനുള്ള വഴികൾ അവരുടെ ഖബറിലേക്ക് എത്താനൊക്കെ വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിരുന്നു ഓതുന്നതും ദുആ ചെയ്യുന്നതും ഹദിയകൾ നൽകുന്നതും അതുപോലെ തന്നെ സ്വതക്കകൾ നൽകുന്നതും അതുപോലെ ദിക്ർ സ്വലാത്തുകൾ ചൊല്ലുന്നതും ഒക്കെ. ആ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. ഇതിൻ്റെയൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് ആ ഖബറിൽ കിടന്ന് അവർക്ക് സന്തോഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഒരു റമളാൻ ഷരീഫ് 1-നാണ് നാം തുടങ്ങിയത്. ഇന്നത് 1772ാമത്തെ ദിവസമാണ് ഖത്മുൽ ഖുർആൻ തുടങ്ങിയിട്ട്. റബ്ബിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒരു ദിവസവും പോലും മുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ മക്കളെ കല്യാണം വന്നു, പല പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അസുഖമുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു, നാട്ടിലില്ലാത്ത യാത്രയിലായിരുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു.
എല്ലാ സാഹചര്യങ്ങളിലും അതൊന്നും ഇതിന് തടസ്സമാവാതെ വളരെ റാഹത്തോടു കൂടി ഈ മജ്ലിസിൽ നമുക്ക് ഇതുവരെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നുള്ളവരിൽ പലവരും ഇന്നും നമ്മുടെ കൂടെയുണ്ട്. അത് വല്ലാത്തൊരു സന്തോഷമാണ്. ഇതൊരു ഖുർആൻ മജ്ലിസാണ്. ചില ആൾക്കാർ വരും പോകും. നമ്മുടെ ബസ് പോലെയാണ്. ചില ആൾക്കാർ വരും, അല്ല, അവർ സ്റ്റോപ്പത്തും ഇറങ്ങും. ചിലവർ തുടങ്ങിയോടത്തുനിന്ന് കയറിയിട്ട് ബസ് അവസാനിക്കുന്നിടത്ത് ഇറങ്ങുന്നവരുണ്ടാവും. എന്നാൽ പല ഉമ്മമാര് അങ്ങനെയുള്ളവരുണ്ട്, ഉപ്പമാരുണ്ട്. പലവരും മരണപ്പെട്ടു പോയി. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പലവരും ദുആവസിയത്ത് അയക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഉസ്താദേ ഞാൻ തുടങ്ങി അന്ന് മുതലുള്ളതാണ്, അല്ല ഞാൻ ഇത്രാമത്തെ ദിവസം മുതൽ ആണ് ഈ മജ്ലിസിലേക്ക് പ്രവേശിച്ചത് എന്നൊക്കെ പലവരും പറയാറുണ്ട്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും ഖുർആൻ ധാരാളമായി ഓതുവാനും ഖത്മ തീർക്കാനും ഉള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ MS വോയിസ് എന്ന് പറയുന്ന മറ്റൊരു ചാനലിലൂടെ അറബി അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് തുടങ്ങി. അതിലൂടെ ഒരുപാട് ആളുകൾ അറബി എഴുത്തും വായനയും പഠിച്ചു. ഇനി അവർക്ക് ഖുർആൻ പഠിപ്പിക്കണം. അങ്ങനെ ഖുർആൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് തുടങ്ങി. അമ്മ ജുസു മുഴുവൻ ഒരു 10 സൂറത്ത് ഒഴികെയുള്ളതൊക്കെ നമ്മൾ ബോർഡിൽ എഴുതി പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇനി അവർക്ക് ഖുർആൻ ഖത്മ തീർക്കണം. അപ്പോൾ പിന്നെ ഖുർആൻ ഒരേ പേജ് ഓതുന്ന വീഡിയോകൾ ഉണ്ടാക്കി ദിവസവും ഒരു പേജ് ഓതി 600 ദിവസം കൊണ്ട് ഒരു ഖത്മ തീർക്കുന്ന മജ്ലിസ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഒരു ജുസു വീതം ഓതി റമളാനും മുഹറത്തിലും നമ്മൾ ഖത്മ തീർക്കുന്ന മജ്ലിസുകളൊക്കെ ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ഖുർആൻ പഠിക്കാനും അതുപോലെ തന്നെ ഖത്മ തീർക്കാനും ഒക്കെ രംഗത്ത് വന്നു. പല ആളുകൾക്കും ഖത്മ ഓതണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ തെറ്റുമോ എന്നുള്ള പേടിയുണ്ട്. ഇത് തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഓതുന്ന തെറ്റാണോ ശരിയാണോ, ഇത് ആരെ തിരിച്ചുതരിക, ഇവിടെ എത്രയാണ് നീട്ടേണ്ടത്, ഇവിടെ എങ്ങനെയാണ് മണിക്കേണ്ടത്, ഇവിടെ നിർത്താൻ പാടുണ്ടോ, നിർത്തി എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയമങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തജ്വീദിൻ്റെ കുറേ ക്ലാസ്സുകളും നമ്മൾ MS വോയിസിലുണ്ട്. എന്നാലും നമുക്കൊരു ഉസ്താദ് കൂടെ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഹാഫിദ് അഹമ്മദ് നസീം ബാക്കറി ഉസ്താദിൻ്റെ ഖിറാഅത്തിട്ടുകൊണ്ട് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിട്ടുകൊണ്ട് നമ്മൾ ഈ മജ്ലിസ് തുടങ്ങിയത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, നാം തുടങ്ങിയ അന്ന് ഒന്നാമത്തെ ഡേ 1 മുതൽ ഡേ 1772 ഇന്നിൻ്റെ ഇടയിൽ ഒരു അല്പസമയമെങ്കിലും ഈ ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ പ്രവേശിച്ച് പോയവർക്ക് ഒക്കെ അല്ലാഹു ഇതിൻ്റെ റഹ്മത്തും അനുഗ്രഹവും ബർക്കത്തും മഗ്ഫിറത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയ നമ്മൾ മജ്ലിസിൽ ഓതിയിരുന്ന ആളുകൾ പലവരും മരിച്ചു പോയവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ റമളാൻ ശരീഫാണ് അല്ലേ, റമളാനിൽ 1ാമത്തെ ദിവസമാണ് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാനിലെ ആദ്യത്തെ 10 അത് റബ്ബിനോട് റഹ്മത്ത് ചോദിക്കാനുള്ള 10ആണ്. അത് നിസ്കാരത്തിന് ശേഷം മാത്രം ചോദിക്കേണ്ട 10 റഹ്മത്തല്ല. അത് അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലും ഒക്കെ എന്ത് ചെയ്യാം, അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. റഹ്മത്ത് ചെയ്യുന്നവന് വെച്ച് ഏറ്റവും നന്നായി റഹ്മത്ത് ചെയ്യുന്നവനെ നീ എനിക്ക് റഹ്മത്ത് ചെയ്യണേ, എന്നോട് കൃപ കാണിക്കണേ എന്നുള്ള ദിക്ർ ഇങ്ങനെ ധാരാളം ചെല്ലണം. ഈ റഹ്മത്തിനെ നമ്മൾ നന്നായി ചോദിച്ചാലാണ് അടുത്ത 10 നമുക്ക് മഗ്ഫിറത്ത് കിട്ടുള്ളൂ. മഗ്ഫിറത്ത് പറഞ്ഞ പാപമോചനം. റഹ്മത്തും മഗ്ഫിറത്തും നന്നായി ചോദിച്ച് അതൊക്കെ കിട്ടിയവർക്ക് 3ാമത്തെ 10 ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനവും സ്വർഗപ്രവേശനമൊക്കെ ലഭിക്കുകയുള്ളൂ. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവ ഇൻഷാ അല്ലാഹ് ദുആ വസിയത്ത് വായിക്കാൻ പോകണം. അതിന് മുമ്പ് പരിശുദ്ധമായ റമളാൻ ശരീഫിൽ 4 കാര്യങ്ങൾ ചോദിക്കന്നെ അധികരിപ്പിക്കണമെന്നാണ്. 2 കാര്യങ്ങൾ അത് നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ്. എന്താണ് 1ാമത്തെ കാര്യം? നമ്മൾ റബ്ബിനോട് സാക്ഷ്യം വഹിക്കല്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കറിയാൻ മറ്റാരുമില്ലെന്ന് റബ്ബേ നിന്നോട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതൊരു ഷഹാദത്താണ് 1ാമത്തെ കാര്യം. അതിങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അധികരിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞാൽ 2ാമത് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് നാം പൊറുക്കലിനെ ചോദിക്കണം. എപ്പോഴും ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെയും പഠിച്ചോനെ എനിക്ക് പഠിച്ചോനെ എൻ്റെ അടുത്ത് ഒരുപാട് തെറ്റ് വന്നു പോയിരുന്നു, റബ്ബേ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്, ഇങ്ങനെ മഗ്ഫിറത്തിനെ ചോദിക്കണം. അള്ളാഹിൻ്റെ റസൂൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും 70 തവണ അല്ല 100 തവണ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു.
നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം നബിയെ അങ്ങയിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയത് വല്ലതിന് അത് ഞാൻ പുറത്തു തന്നു. ഇനി എന്തെങ്കിലും നിങ്ങളെ മരണത്തിൻ്റെ ഇടയിൽ സംഭവിക്കുക അത് ഞാൻ പുറത്തു തന്നു എന്ന് അഡ്വാൻസ് പുറത്തു കൊടുത്ത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ദിവസവും 70 വട്ടം 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും അഡ്വാൻസ് ആയിട്ട് റസൂൽ അള്ളാഹു സന്തോഷം അറിയിച്ചതാണ്. എന്നിട്ടും നബി തങ്ങൾ 70 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നുവെങ്കിൽ അത് നമുക്കുള്ള ഒരു താക്കീതാണ്, മുന്നറിയിപ്പാണ്. ഞാൻ 70 100 വട്ടം ചെല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണമെന്നാണ്. അപ്പോൾ ഒന്ന് ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അധികരിപ്പിക്കുക. 2 അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടിരിക്കുക. 3 അസ്അലുക്കൽ ജന്ന സ്വർഗ്ഗം അല്ലാഹുവിനോട് ചോദിക്കുക. 4 വഅഊദു ബിക മിനന്നാർ നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുക. ഈ 4 കാര്യങ്ങൾ പരിശുദ്ധമായ റമളാനു ശരീഫിൽ നമ്മൾ അധികരിപ്പിക്കണമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വസ്തഗ്സിറു ഫീ 4 ഖിസാൽ. പരിശുദ്ധ റമളാനിൽ 4 കാര്യങ്ങൾ നമ്മൾ അധികരിപ്പിക്കണം. 1 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഒന്ന് ചൊല്ലിയേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇങ്ങനെ ഈ ഷഹാദത്ത് കലിമയും അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ എന്നുള്ള ദിക്റും അധികരിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ ഖത്തം ഓതിയവരുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ ഖത്തം ഓതി കഴിഞ്ഞല്ലോ. ഇനി എല്ലാവരും നിയ്യത്ത് വെക്കുക. ഇത് നിങ്ങളൊക്കെ ഹദിയാക്കുക. എങ്ങനെ? എല്ലാവരും മനസ്സുകൊണ്ട് നെയ്യത്ത് വെക്കുക. പഠിച്ചോനെ നെയ്യത്ത് വെച്ചോളിട്ടാ, ഞാൻ ഓതിയ ഖത്തമിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ട് നീ പുറത്തു തരണേ അല്ലാഹ്. നിങ്ങൾ മനസ്സുകൊണ്ട് പറഞ്ഞോളി. ഞാൻ പറയുന്ന പോലെ മനസ്സുകൊണ്ട് പറയും, അല്ലാഹു ഞാൻ ഓതിയ ഖത്തമിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ട് പുറത്തു തരണേ അല്ലാഹ്. ഈ ഖത്തമിൻ്റെ പ്രതിഫലം നിങ്ങൾ ആരാണോ ഉദ്ദേശിച്ചത് അവരുടെയൊക്കെ കബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് എന്ന് എല്ലാവരും നെയ്യത്ത് ചെയ്യുക. പഠിച്ചോനെ ഞാൻ ഓതിയ ഖത്തമിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാൻ്റെ കബറിടത്തിലേക്ക്, വാപ്പാൻ്റെ കബറിടത്തിലേക്ക്, ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള ഭർത്താവിൻ്റെ കബറിടത്തിലേക്ക്, അതുപോലെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അമ്മാശൻ അമ്മായിമ്മയുടെ കബറിടത്തിലേക്ക്, സഹോദരിമാരുടെ കൂട്ടുകുടുംബാദികളുടെ മക്കളുടെ അതുപോലെ പേരമക്കളുടെ ആരൊക്കെയാണോ നമ്മളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരുടെ ഒക്കെ കബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേന്ന് എല്ലാവരും നിയ്യത്ത് ചെയ്തോളൂ. ഖത്തം ഓതി എല്ലാവരും നിയ്യത്ത് ചെയ്യും. അതുപോലെ അല്ലാഹു ഞാൻ ഓതിയ ഖത്തമിൻ്റെ പ്രതിഫലം എൻ്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ നിയ്യത്ത് ചെയ്തോളൂ. അതുപോലെ എല്ലാ അമ്പിയാക്കളുടെയും ഹളറത്തിലേക്ക്, ഔലിയാക്കളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അഹ്ലു ബൈത്തിന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ നിയ്യത്ത് ചെയ്തോളൂ. എല്ലാ സ്വഹാബത്തെ കിറാമിൻ്റെ ഹളറത്തിലേക്കും എത്തിച്ചു കൊടുക്കണേ നിയ്യത്ത് ചെയ്യണേ. എല്ലാ ഔലിയാക്കളുടെ ഹളറത്തിലേക്കും എത്തിച്ചു കൊടുക്കണേ. സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, മശായിഖന്മാർ, നന്മയുടെ അഹ്ലുകാർ എല്ലാവരുടെയും ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ. എല്ലാ മുഅ്മിനാത്തിന്റെ ഹളറത്തിലേക്കും എത്തിച്ചു കൊടുക്കണേ. നിയ്യത്ത് വെച്ചോളി. നിയ്യത്ത് വെച്ചോ, എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ. പടച്ചോനെ അപ്പം ഈ ഒരു ഖത്തമിൻ്റെ ഒക്കെ പ്രതിഫലം എല്ലാവരുടെയും ഭാഗത്തൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവില്ല. അള്ളാഹ്ക്ക് ഒരു മടിയില്ല, ആർക്ക് വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും. പക്ഷെ നമ്മൾ പറയണം, നമ്മൾ നിയ്യത്ത് വെക്കണം. നമ്മൾ ഉമ്മാൻ്റെ പേരിലൊരു ഖത്തം, ആപ്പാൻ്റെ പേരിലൊരു ഖത്തം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓതണം. പക്ഷെ ഓതിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വേണ്ടി നമ്മൾ വഴങ്ങണം. അതുപോലെ ഖത്തമുൽ ഖുർആൻ മജ്ലിസുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവരുടെ ഒക്കെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ നിയ്യത്ത് വെക്ക്. കൂട്ടത്തിൽ സാധുവായ എൻ്റെ പിതാവിൻ്റെ ഹളറത്തിലേക്ക് ഈ ഖത്തമുൽ മജ്ലിസ്, ഖുർആൻ മജ്ലിസ് തുടങ്ങാൻ കാരണക്കാരനായ എൻ്റെ ഉമ്മയുടെ ഹളറത്തിലേക്ക്, അതുപോലെ എൻ്റെ അമ്മോശൻ്റെ ഹളറത്തിലേക്ക്, എൻ്റെ സഹോദരൻ്റെ ഹളറത്തിലേക്ക്, എൻ്റെ ഉസ്താദുമാരുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ നിയ്യത്ത് വെക്കുക. നിങ്ങളെ 1ാം ക്ലാസ് മുതൽ നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരുണ്ടാകും, അലിഫ് ബാ പഠിപ്പിച്ച നിങ്ങളെ ഉസ്താദുമാരുണ്ടാകും. അവരുടെ ഹളറത്തിലേക്ക്, അവരിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഒക്കെ ഹളറത്തിലേക്ക് നിയ്യത്ത് വെച്ചു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഹദിയ തന്നവരും ഹദിയ തരാത്തവരുമായ ആളുകൾ, ഞാൻ അവരുടെ പേരുകൾ മാത്രമേ ഇപ്പോൾ വായിക്കുന്നുള്ളൂ. പിന്നെ ഒരുപാട് ദുആകൾ നാം ദുആ ചെയ്ത് വിട്ടിട്ടുള്ളതാണ്. ഇനി ഇൻഷാ അല്ലാഹ് എല്ലാം കൂടി നമ്മളൊന്നങ്ങോട്ട് ദുആ ചെയ്യും.
പെട്ടെന്ന് വായിച്ചു വിടും കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ പേര് വായിച്ചതിൽ ആരെങ്കിലും ദുആ ഒന്നും ഞാൻ ചെയ്തു വിടാത്തതുണ്ടെങ്കിൽ പേര് വായിച്ചതിൽ നിങ്ങളെ പേരൊന്നും പെട്ടിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കണം. നാളത്തെ മജ്ലിസിൽ അതൊക്കെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബൂബക്കർ മലപ്പുറം, ഖദീജ അമീൽ, ഹലീമ കുട്ടിയം, സുലൈഖ മൊയ്തീൻ, റംലത്ത് പാലക്കാട്, ഫൗസിയ മാറഞ്ചേരി, ബീവി ആലുവയിലുള്ള ബീവി, അതുപോലെ സുൽഫത്ത് ബീവി കണിയാപുരം, ഐഷ ബീവി പൂവാറ്റുപറമ്പ്, ഫാത്തിമ ബീവി ഏലംകുളം, നഫീസ കക്കാട് കണ്ണൂര്, റസിയ അകലാട്, സാജിദ കബീർ, റംലത്ത് കക്കാട്, ഉസ്മാൻ കുനിയ കാസർഗോഡ്, നബീസ ഉമ്മ കക്കാട്, റഷീദ, ഖദീജ ഹജ്ജുമ്മ, സുലൈഹ പൊട്ടച്ചിറയിലുള്ള എൻ്റെ വിദ്യാർത്ഥിയുടെ ഉമ്മയാണ്. അതുപോലെ തന്നെ മലീഹ ബീവി കൊല്ലം, നസീറ ബീവി ആറ്റിങ്ങല്, ബിയാത്തു വടകര, അബൂബക്കർ എരമംഗലം, സീനത്ത് കൊച്ചി, ഖൈറുനിസ തലശ്ശേരി, ഫാത്തിമ കുംബ്ല, ഹാഷിബ കൊച്ചി, ഖദീജ കൊണ്ടോട്ടി, ഫൗസിയ മാറഞ്ചേരി, സുലൈഹ ബീവി തിരുവല്ല, അതുപോലെ റുഖയ്യ കർണാടക പുത്തൂര്, ആമിന കോയമ്പത്തൂര്, ഫാത്തിമത്തു സുഹറ പാലക്കാട്, ആമിനുമ്മ വെളിയങ്കോട്, ജമീല ഒതുക്കുങ്ങല്, സുഹറമ്മ മാള, അബ്ദുൽ മജീദ് ഹാജി പെരിന്തൽമണ്ണ, ഫാത്തിമ കപ്പൂര്, സഫിയ ബീവി തിരുവനന്തപുരം, ഹാഷിം സി കെ, ആമിനുമ്മ കക്കോടി, നസീറ ബീവി കൊട്ടാരക്കര, ഷഹീദ പാലക്കാട്, സുബൈദ കുലുക്കല്ലൂര്, കൊച്ചുറാബിയ പുത്തഞ്ചിറ, ഫാത്തിമ വളാഞ്ചേരിയുടെ നാത്തൂന്, താജുന്നിസ ബീവി കണിയാപുരം, അതുപോലെ ഷക്കീല തട്ടാമല, റസീന മുഹമ്മദ് കറുകപ്പുത്തൂര്, ഫാത്തിമ, റംല അലിയാരി ചെറുവട്ടൂര്, സുബൈദ കൈപ്പമംഗലം, സുബൈദ കൈതപ്പോയിൽ, മൈമൂന കഞ്ഞിപ്പുര, നഫീസുമ്മ കാടാമ്പുഴ, കൗലത്ത് പെരുമ്പാവൂര്, അവരുടെ ഭർത്താവ് അബ്ദുറഹ്മാൻ പെരുമ്പാവൂര് ഡയാലിസിസ് പേഷ്യൻ്റാണ്. ആഴ്ചയിൽ 3 വട്ടം ഡയാലിസിസ് ചെയ്യുന്ന ഒരു സഹോദരനാണ്. സുഹറ ചൊക്കുളി, സുലൈഹ തിണ്ടലം, സീനത്ത് ബീഗം തിരുവനന്തപുരം, അബുട്ടി കൂത്തുപറമ്പ്, സുലൈഹ കുലുക്കല്ലൂര്, സ്വാബിറ ബാംഗ്ലൂര്, അമീറ സലീം നെടുമ്പാശ്ശേരി, സുബൈദ കുലുക്കല്ലൂര്, അമീറ സലീം നെടുമ്പാശ്ശേരി, ഹാജറ കൊഴിഞ്ഞിമ്പാറ നാട്ടികയിലെ ഒരു സഹോദരി, ഐഷാബി പള്ളിക്കര ബസാറ്, സൗദ ആലുവ, മൈമൂന കരുവാരക്കുണ്ട്, ഹനീസാബി തൃശ്ശൂര്, റഷീദ മൈസൂര്, നുസൈബ ബീവി ആറ്റിങ്ങല്, ഐഷമ്മ കാസർഗോഡ്, സുഹറമ്മ കണ്ണൂര്, സൈനബ കൊടുവള്ളി, കണ്ണൂരുള്ള മറ്റൊരു സഹോദരി, മറിയം കുറ്റ്യാടി, ഹഫ്സത്ത് തളിപ്പറമ്പ്, ആരിഫ ഇസ്മായില്, ജുബൈദ റഹ്മാൻ പുത്തഞ്ചിറ, ഹാജറ കണ്ണൂര്, ആയിഷ പൊന്നാനി, റംല കാരത്തൂര്, മറിയം ബീവി കരുനാഗപ്പള്ളി, ഖദീജ കുറുമ്പത്തൂര്, ബി ഫാത്തിമ കർണാടക, റുഖയ്യ കർണാടക, സൈനബ ഐനൂര്, സഫിയമ്മ കണ്ണൂര്, സഫിയ ഹസൻ മൂവാറ്റുപുഴ, ഷബ്ന ഇ, ഒഹീദ അലിയാസ്, നൌഷാദ് പി ടി, വഹീദ, ചില ആളുകളൊന്നും നാട് കിട്ടിയിട്ടില്ല, സൈനബ പി സി, അതുപോലെ തന്നെ ബിനീത പി എ, അതുപോലെ ഇബ്രാഹിം ഹാജി കൺമനം, അവർ മരണപ്പെട്ടു പോയിട്ടാ, സുബൈദ കോയ ചെറുവട്ടൂര്, സുലൈഹ കാളികാവ്, ഫാത്തിമ പാലക്കാട്, ജുബൈരിയ ഷാർജ, ആസിയ കൊടുവള്ളി, റൈഹാനത്ത് കോട്ടക്കൻ, സൈനബ എന്ന മറ്റൊരു സഹോദരി, ഖൈറുനിസ മഞ്ചേശ്വരം, ആസിയ പള്ളിപ്പട്ട, ജമീല കൊടുവള്ളി, ഖദീജ ഉമ്മ അമീല്, ഷാഹിന കർണാടക, സൂറമ്മ പൊട്ടച്ചിറ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല നിയ്യത്തുകൾ വെച്ച് ഖത്തം ഓതിയ ആളുകളുണ്ട്. പല നിയ്യത്ത് വെച്ച് ഖത്തം ഓതി അതൊക്കെ പിന്നെ ആ നിയ്യത്തുകളൊക്കെ ഹാസിലായി കിട്ടാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. ഈ പറയപ്പെട്ട ആളുകൾ ഒക്കെ ഖത്തം ഓതിയവരാണ്. അതുപോലെ ദിക്ർ സ്വലാത്തുകൾ ചൊല്ലിയവരാണ്. പലവരും ഹദിയകൾ അയച്ചവരാണ്. ഇവരൊക്കെ ഓതിയ ഖത്തമും അയച്ച ഹദിയവും ഒക്കെ മരണപ്പെട്ടുപോയവരുടെ പേരിൽ ഹദിയ ചെയ്ത് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പലവരും ഇങ്ങനെ പല നിയ്യത്തുകൾ വെച്ച് ഓതിയവരുണ്ട്. മരണപ്പെട്ടുപോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി, വീടും സ്ഥലവും ഉണ്ടാകാൻ വേണ്ടി, വീടും സ്ഥലം ഇല്ലാത്തൊരു വാടക വീട്ടിൽ താമസിക്കുന്നവരുടെ ഉണ്ടാകാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് പിന്നെ ഖത്തം ഓതിയവരുണ്ട്. വീട് പണി പൂർത്തിയാക്കാൻ നിയ്യത്ത് വെച്ച് ഖത്തം ഓതിയവരുണ്ട്. അസുഖം മാറാൻ നിയ്യത്ത് വെച്ച് ഖത്തം ഓതിയവരുണ്ട്. ജോലി ശരിയാക്കാൻ നിയ്യത്ത് വെച്ച് ഖത്തം ഓതിയവരുണ്ട്. ഭർത്താവിൻ്റെ മക്കളുടെ ഒക്കെ ജോലി ശരിയാക്കാൻ. അതുപോലെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ മക്കളുണ്ടാകാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് പിന്നെ ഖത്തം ഓതി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിവാഹം ശരിയാകാത്തവർ വിവാഹം ശരിയാക്കാൻ വേണ്ടി റാഹത്തായ ഇണയെ കിട്ടാൻ വേണ്ടി, അത് ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട്, അവർക്ക് വിവാഹം ശരിയാക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് ഉമ്മമാരെ ഖത്തം ഓതിയവരുണ്ട്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ കടം വീടാൻ നിയ്യത്ത് ചെയ്ത് ഖത്തം ഓതിയവരുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാൻ, വിദേശത്തും സ്വദേശത്തൊക്കെ ജോലിയുണ്ട്, ജോലിയിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി നിയ്യത്ത് ഖത്തം ഓതിയവരുണ്ട്.
ഈമാൻ കിട്ടി മരിക്കാൻ നിയത്ത് ചെയ്ത് ഖത്തമോദിയവരുണ്ട്. അതുപോലെ അടുത്ത വർഷമെങ്കിലും ഹജ്ജിന് പോകാൻ വേണ്ടി നിയത്ത് ചെയ്ത് ഖത്തമോദിയവരുണ്ട്. ഈ വർഷം ഹജ്ജിന് പോകാൻ നിയത്ത് ചെയ്ത് ഖത്തമോദിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവം, കുടുംബജീവിതം നന്നാവാൻ, ഇങ്ങനെ തുടങ്ങി പല നിയ്യത്തുകൾ വെച്ചുകൊണ്ട് ഖത്തമോദിയ ഒരുപാട് ആളുകളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമുക്ക് എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ട് ഓതാവുന്നതാണ്. ഹലാലായ എന്ത് നിയ്യത്തും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹിൻ്റെ കലാമ് നമുക്ക് ഓതാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. എൻ്റെ മകന് വിവാഹം ശരിയായി കഴിഞ്ഞാൽ ഞാൻ ഖത്തം ഓതാം. അപ്പോൾ വിവാഹം ശരിയായാൽ ഖത്തം ഓതിയാൽ മതി. അതുപോലെ തന്നെ എൻ്റെ കുട്ടിയുടെ അസുഖം മാറുകയാണെങ്കിൽ ഞാൻ ബദരീങ്ങളുടെ പേരിൽ ഒരു ഖത്തം ഓതാം. അസുഖം മാറിയാൽ ഖത്തം ഓതിയാൽ മതി. മകൾക്ക് ഒരു ആൺകുഞ്ഞുണ്ടാകുകയാണെങ്കിൽ ഖത്തമോദാം. പെൺകുട്ടി ഉണ്ടായിരുന്ന ആ ഖത്തമോദൻ്റെ ആൺകുട്ടി എന്നല്ല നിയ്യത്ത് വെച്ചത്. അങ്ങനെ നമ്മൾ ഖുർആൻ കൊണ്ട്, അതുപോലെ തന്നെ മൗലിദ് കൊണ്ട്, ഖുതുബിയത്ത് കൊണ്ട്, ഇങ്ങനെ തുടങ്ങിയ നാരിയത്ത് സലാത്തുകൾ കൊണ്ട് ഇതൊക്കെ നേർച്ചയാക്കുക. പ്രയാസങ്ങൾ, വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നിയ്യത്ത് ചെയ്യുക, നേർച്ച ചെയ്യുക. പണ്ടൊക്കെ എൻ്റെ ഉമ്മമാർ, വല്യമ്മമാർ, ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ പിന്നെ ഉമ്മമാരുടെ ഒക്കെ വീട്ടിലുള്ളവരുടെ പ്രസവം വരുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകൽ കുറവാണ്. ആ കുടുംബത്തുള്ള കുറച്ച് ഈമാനും തക്കവുള്ള ആളുകൾ മൗലിദ് താബ് സബീനെടുത്തിട്ടാണ് പോകും. നഫീസത്ത് മാലാണ് തുടങ്ങും, അല്ലെങ്കിൽ ബദർമാലകൾ തുടങ്ങും. അത് തുടങ്ങി അവസാനിക്കുന്നതിലൂടെ അവിടെ പ്രസവം നടക്കും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം അതൊക്കെ നമ്മളെ ഈമാനായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല അല്ലേ? ഇന്നിപ്പോൾ അതൊക്കെ പോയി. കാരണം എന്തൊരു പ്രയാസം വിഷമം വന്നാലും നമ്മൾ നിയ്യത്താക്കുക. ഇപ്പം എൻ്റെ അമ്മാവൻ്റെ ഉമ്മാടെ ആങ്ങളുടെ പിന്നെ ഒരു മോളുടെ 3ാമത്തെ പ്രസവം കഴിഞ്ഞു. അപ്പം അന്ന് ഞാനിങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖബർ സിയാറത്തിന്, ഉമ്മാൻ്റെ ഖബർ സിയാറത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മാമാരൊക്കെ വരും ഖബർ സിയാറത്തിന്. അങ്ങനെ ഒരുമിച്ച് ഖബർ സിയാറത്തൊക്കെ കഴിഞ്ഞ് സംസാരിച്ചെങ്കിലും പോകുന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായി മകളെ പ്രസവം കഴിഞ്ഞ് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറയാം, അതൊരു പേരിന് കൊണ്ടുപോയതല്ല ആശുപത്രിക്ക്, രണ്ട് മണിക്കൂർ അപ്പോഴത്തേന് പ്രസവമൊക്കെ നടന്നു. നമ്മൾ ബദരീങ്ങളുണ്ടല്ലോ. മാമ എപ്പോഴും എന്ത് ചെയ്യുക, ബദരീങ്ങളുടെ പേരിൽ അത് ബദർമാല അങ്ങോട്ട് തുടങ്ങും. ബദർമൗലി തോന്നും, ബദർമാല അങ്ങോട്ട് നിയ്യത്ത് ചെയ്താണ് തുടങ്ങും. അത് തീരുന്നതിനുള്ള കാര്യങ്ങൾ സലാമത്താകുക. അത് ഓരോരുത്തരുടെ ഈമാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പ്രയാസങ്ങൾ, വിഷമങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഖുതുബിയത്തുകൾ, മൗലിദുകൾ, റാത്തീബുകൾ, ഖത്തമുകൾ, അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കുക. അതിൻ്റെയൊക്കെ വർക്കത്ത് കൊണ്ട് ആ കാര്യങ്ങൾ സലാമത്താവും. സലാമത്തായ പിന്നെ ഉടനെ എന്ത് ചെയ്യണം, നമ്മൾ ആ കാര്യങ്ങൾ നടത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പിന്നെ കൊക്കിലൊതുങ്ങാവുന്നത് നേർച്ചയാക്കാൻ പാടുള്ളൂ. തോന്നിയതൊക്കെ അങ്ങോട്ട് നേർച്ചയാക്കും, എന്നിട്ടൊന്നും വീട്ടാൻ പറ്റൂല. അത് പാടില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ മാത്രം നേർച്ചയാക്കിയാൽ മതി. നേർച്ചയാക്കിയാൽ ആ കാര്യം നിർബന്ധമായി. പിന്നെ അത് തെറ്റുകൂടാതെ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേർച്ചയാക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ ഈ മജ്‌ലിസിൻ്റെ സന്ദേശം പരമാവധി ആളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ പരിശുദ്ധമായ റമളാൻ ശരീഫാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിസ്കാരം അത് സമയത്ത് നമസ്കരിക്കണം. ഒരു കുട്ടിനെ കൂട്ടിയിട്ട്, ഒരു ഒളൂ മര്യാദക്ക് എടുക്കാൻ അറിയുന്ന ഒരു കുട്ടിനെ കൂട്ടിയിട്ടെങ്കിലും നിങ്ങൾ ജമാഅത്തായിട്ട് നമസ്കരിക്കണം. വീട്ടിൽ ഒരു ജമാഅത്തായി നമസ്കരിച്ചാൽ 27 സാധാരണ ദിവസങ്ങളിൽ 27 വട്ടം ഒരു ലൊഹർ, ഒരു കുട്ടീനെ, ഒരു 5 വയസ്സായ കുട്ടി നമ്മളെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ ജമാഅത്തായി, നമ്മൾ ഇമാമും ആ കുട്ടി മാമുമായിട്ട് നമ്മൾ നിസ്കരിച്ചാൽ 27 വട്ടം ലൊഹർ ഇങ്ങനെ മടക്കി 27 വട്ടം നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലിയാണ്. എന്നാൽ റമളാനിലോ അത് 27 × 70 വട്ടം മടക്കി നിസ്കരിച്ച കൂലിയാണ്. ചിലപ്പോൾ 70 മുതൽ 700, 70,000 വരെ പ്രതിഫലം നൽകും. നമ്മുടെ മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ ശുദ്ധി അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കുന്ന, ഇത് ഓഫറിൻ്റെ കാലഘട്ടമല്ലേ. എവിടെയെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ ഓടുന്ന ആൾക്കാരല്ലേ നമ്മൾ. ലുലു മാളിൽ, വൈമാളിൽ, അല്ലെങ്കിൽ ഇന്ന സൂപ്പർ മാർക്കറ്റിൽ ഇന്നോടത്തൊക്കെ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പഠിച്ചവനെ തിക്കും തിരക്കായി തരാം. പഠിച്ചവനെ ഓഫർ തരികയാണ്. പരിശുദ്ധമായ റമളാൻ ശരീഫ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പം നിസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കണം. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം ദുആ എടുക്കണം. അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ ശരീഫിലെ പ്രത്യേക ദിക്റുകൾ നമ്മൾ ചൊല്ലണം. നിസ്കാരത്തിന് ശേഷം എങ്കിലും ചൊല്ലുക. നിസ്കാരത്തിന് ശേഷം ദുആ എടുക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ, ഈ ദിക്റൊക്കെ ഇങ്ങനെ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, നമ്മളുടെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമല്ല നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത്. നമ്മളെ നോമ്പ്, നമ്മളെ കണ്ണിന് നോമ്പുണ്ട്. ഹറാമ് നമ്മൾ കാണരുത്. അത് മൊബൈലാണെങ്കിലും ശരി, അയൽവക്കത്താണെങ്കിലും ശരി, മറ്റുള്ള എവിടേക്കാണെങ്കിലും ശരി, ഹറാമ് നമ്മൾ കാണരുത്. കണ്ടു കഴിഞ്ഞാൽ കണ്ണിൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം പോകും.
നാവ് കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ ഗീബത്ത് നമീമത്ത് മറ്റുള്ളതൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പിന്നെ ആ പ്രതിഫലം നഷ്ടപ്പെടും. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ കേൾവി, മറ്റുള്ളവരുടെ ഗീബത്ത് നമീമത്ത് പറയുന്നത്, കളവ് പരദൂഷണം പറയുന്നത് കേൾക്കാൻ നമ്മൾ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാലോ നമ്മളുടെ ചെവിക്ക് നോമ്പുണ്ട് എന്ന് പറയുന്നത് ശരീരത്തിന് എല്ലാ ഭാഗത്തിനും നോമ്പുണ്ട്, ഹൃദയത്തിന് നോമ്പുണ്ട്. നല്ലത് ചിന്തിക്കാവൂ, മോശമായ കാര്യങ്ങൾ ചിന്തിക്കാനോ അസൂയ കുറ്റു കുശുമ്പ് ഒന്നും ഹൃദയത്തിലേക്ക് പാടില്ല. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോമ്പുകാരാകണം. വെറും പട്ടിണി കിടക്കുന്ന നോമ്പുകാർ മാത്രമാകരുത്, എല്ലാ അർത്ഥത്തിലും നോമ്പുകാരാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കല്ലേ? ദുആയിലേക്ക് പ്രവേശിക്കാം. പുതിയ ഖത്തമ് നിങ്ങൾ ആർക്കൊക്കെയാണോ ഓതുന്ന വെച്ചാൽ നിയ്യത്ത് വെച്ചോളൂ. നാളെ ആദ്യം മുതൽ തന്നെ നമ്മൾ ഓതും, ഫാത്തിഹ മുതൽ ഓതും. എന്നാലാണ് നമ്മളുടെ ഏടും പേജുകളൊക്കെ ലെവലായി വരുള്ളൂ. ഫാത്തിഹ മുതൽ വീണ്ടും നമ്മൾ ഓതും ഇൻഷാ അല്ലാഹ്. പരമാവധി ഇതിൻ്റെ ലിങ്കുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത്, ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഇതൊരു ഇത്തിരി നീളം ഉണ്ടാവും. നമ്മൾ നാളത്തെ അല്ലെങ്കിൽ ഇന്നലത്തെ ഖത്തമിൻ്റെ ഒക്കെ ലിങ്ക് ഷെയർ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ആ വാട്സപ്പിൻ്റെ ലിങ്ക് മാത്രം എന്ത് ചെയ്യാം, പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് മാത്രം എനിക്ക് വാട്സപ്പിൽ ഇട്ടുതരാം. പുതിയ ഖത്തമിന് തുടങ്ങാൻ താല്പര്യമുള്ളവർ, ഖത്തമുൽ ഖുർആൻ മജ്ലിസിൽ കൂടാൻ താല്പര്യമുള്ളവർ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലിങ്ക് വിട്ടുതരാം ഇൻഷാ അല്ലാഹ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, വിട്ടുകൊടുക്കണം. 2 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഒരെണ്ണം അൽഹംദുലില്ലാ ഫുള്ളായപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇല്ലാത്ത ആളുകളൊക്കെ ഒന്നാമത്തേലുള്ളവർ ഒന്നിൽ തന്നെ മതി. ഒന്നിലില്ലാത്തവരും രണ്ടിലില്ലാത്തവരും ഗ്രൂപ്പിൽ ആഡ് ആവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ ഒന്ന് മനസ്സറിഞ്ഞ് ഒന്നിങ്ങനെ ഇരിക്കുക. നമ്മളെ കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ്റെ ഇടയിൽ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ ഈ കയ്യൊന്നും ഇങ്ങനെ നെഞ്ഞത്ത് വെച്ചോളിട്ടാ. പടച്ചോനെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. മനസ്സുകൊണ്ട് പറയാ, നിൻ്റെ കലാമ് ഞങ്ങൾ ഓതി തീർത്ത് ഈ പുണ്യമായ റമളാൻ ശരീരം സുബഹിസ്കാരം കഴിഞ്ഞതാ ഞങ്ങൾ ആ ഖത്തം വഴങ്ങാൻ പോവാണ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി അമ്പിയാക്കൾ ഔലിയാക്കൾ അവരുടെയൊക്കെ പേരിൽ ഞങ്ങൾ വഴങ്ങാൻ പോവാണ്. ഇന്നലെ നാളെ ഞങ്ങൾ മരിക്കുമ്പോൾ പടച്ചോനെ ഇതുപോലെ ഞങ്ങൾക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന, ഖുർആൻ ഓതുന്ന, ദിക്ർ സ്വലാത്ത് ചെല്ലുന്ന, ഞങ്ങളെ ഖബറിലേക്ക് പ്രതിഫലം കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സമ്പത്തിന് ഞങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ഹദിയ നൽകുന്ന, സ്വതക്ക ചെയ്യുന്ന മക്കളെ, മരുമക്കളെ, പേരക്കുട്ടികളെ, കൂട്ടുകുടുംബാദികളൊക്കെ പടച്ചോനെ നൽകണേ അല്ലാഹ്. ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെട്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന് മനസ്സറിഞ്ഞ് നിയ്യത്ത് വെക്കുക. മുഅ്മിനീങ്ങളെ, എൻ്റെ ഉമ്മ പിന്നെ ആസന്നമായ സമയത്ത് എൻ്റെ മൂത്തുമ്മ ഇരുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം, കൂട്ടുകായൊക്കെ വരണേ, അസ്സമായി വത്താജൊക്കെ സൂറത്തൊന്ന് ഓതി എനിക്കൊന്ന് മന്ദിരിച്ചതാ എന്ന് ഉമ്മയുടെ സഹോദരിയോട് പറഞ്ഞു. മൂത്ത സഹോദരിയോട്, ഞങ്ങൾ മൂത്തുമ്മ എന്ന് പറയും. അപ്പം മൂത്തുമ്മ വസ്സമായി വത്താജൊക്കെ ഓതി മന്ദിരിച്ചു കൊടുത്തു. അങ്ങനെ തന്നെ അങ്ങനെ കിടന്നതാ. പിന്നെ ഒരു സക്കറാത്തിൻ്റെ ഹാല്, അങ്ങനെ അങ്ങോട്ട് മരണപ്പെട്ടു. ഇതാണ് നമ്മൾ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുക. പിന്നെ തബാറക്ക, സജദ, ദുഹാന്, അർറഹ്മാൻ, വാക്യ ഇത് ഓതാത്ത ദിവസം എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നില്ല. വൈക്കണ ആരോഗ്യമുള്ള കാലത്തൊക്കെ അത് ഓതുമായിരുന്നു. അതുപോലെ ഓതുന്ന ഒരുപാട് ഉമ്മമാർ നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. അവരുടെയൊക്കെ ദുആ ബർക്കത്തും ആമീൻ്റെ ബർക്കത്തൊക്കെയാണ് പല ആളുകളും ഖത്തമുൽ ഖുർആൻ മജ്ലിസിൽ പലതും നെയ്യത്താക്കിയും നേർച്ചയാക്കിയിട്ടും ദുആ വസിയത്ത് ചെയ്തിട്ടുമൊക്കെ അത് റാഹത്താവുകയും സലാമത്താവുകയൊക്കെ ചെയ്തത്. നമ്മളിങ്ങനെ പേരിന് നിയന്ത്രിക്കാൻ ഒരാൾ വേണ്ടേ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കാണെന്ന് മാത്രം. പക്ഷേ ആത്മാർത്ഥമായി ആമീൻ പറയുന്ന ഒരുപാട് സ്വാലിങ്ങളായ ഉമ്മമാർ വ്യാഴാഴ്ച നോമ്പ്. എൻ്റെ അറിവിലുണ്ട് ഈ മജ്ലിസിലുള്ളവരാ, ഗൾഫിലുള്ളവരുണ്ട്. വ്യാഴാഴ്ച നോമ്പ് വെക്കും, തിങ്കളാഴ്ച നോമ്പ് വെക്കും. തഹജ്ജുദ് നിസ്കരിക്കും, മുടങ്ങാണ്ട് തഹജ്ജുദ് നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും, തസ്ബീഹ് നിസ്കരിക്കും. അങ്ങനത്തെ ഉമ്മമാർ ഈ മജ്ലിസിലുണ്ട്. അൽഹംദുലില്ലാ. അതൊക്കെയാണ് ഈ മജ്ലിസിൻ്റെ ഖബൂലിയത്ത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ നിയ്യത്ത് വെച്ചു നമ്മളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു രീതിയിൽ ഈ ഖത്തമുമായി ഖുർആനുമായി ബന്ധപ്പെടുന്ന ഒരു അനന്തരാവകാശികൾ നമുക്കുണ്ടാകാൻ വേണ്ടി അള്ളാഹു അത്തരത്തിലുള്ളവർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, നമുക്ക് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേര് ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈൻ ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ഒരുപാട് ആളുകൾ ഹദിയകളും സദഖകളൊക്കെ അയച്ചു തന്നവരുണ്ട്. നിങ്ങളൊക്കെ നിയ്യത്തുമൊക്കെ പടച്ചോനെ അതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മയുടെ, ഉപ്പയുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, സന്താനങ്ങളുടെ, ആളുകളുടെ ഒക്കെ ഖബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. നിയ്യത്തുക
അള്ളാഹു അതിൻ്റെയൊക്കെ ബർക്കത്തുകൊണ്ട് ഇനിയും നമുക്ക് ഉമ്മയുടെ ഉപ്പയുടെ പേരിലൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ അയൽവാസികൾ, കുടുംബക്കാർ, നമ്മളിൽ പ്രയാസം കൊണ്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഹദിയ നൽകാനും സദഖ കൊടുക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സമ്പത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين آمين آمين. الحمد لله رب العالمين. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل بلغ مثل ثواب ما قرأناه من القرآن العظيم. اللهم ارحمنا بالقرآن واجعله لنا إماما ونورا وهدى ورحمة. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وأطراف النهار. اللهم اجعله لنا حجة يا رب العالمين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم اجعل خير أعمالنا آخره وخير أعمالنا خواتمه وخير أيامنا يوم ألقاك فيه. اللهم إنا نسألك عشية هنية وميتة سوية ومردا غير مخزي ولا فاضح. اللهم إنا نسألك خير المسألة وخير الدعاء وخير النجاة وخير العلم وخير العمل وخير الثواب وخير الحياة وخير الممات. وثبتنا وثقل موازيننا وحقق إيماننا وارفع درجاتنا وتقبل صلاتنا واغفر خطايانا ونسألك العلا من الجنة. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا അർഹമറാഹിമീൻ. പടച്ചവനെ ലോകരക്ഷിതാവായ അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ ഖത്മുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ലക്ഷക്കണക്കിന് ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ഓതിയ ഖത്മുകളിൽ എന്തെങ്കിലും പാകപ്പെടണമെന്ന് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഒരു ഖത്തം ഓതിയവരുണ്ട്,
2 ഖത്തം ഓതിയവരുണ്ട്, 6 ഖത്തം വരെ ഓതിയവരുണ്ട്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഖത്തം തീർക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ 6 ഖത്തം വരെ ഓതിയിരിക്കുന്നത്. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. എന്തെങ്കിലും പാകപ്പുഴകളൊക്കെ വന്നു പോയിട്ടുണ്ടല്ലാ, നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹു ഓതി അവരുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാ. റബ്ബേ പലവരും പല നിയ്യത്ത് വെച്ചുകൊണ്ട് ഓതിയവരാണ്. ഉമ്മയുടെ പേരിൽ, ഉപ്പയുടെ പേരിൽ, അതുപോലെ തന്നെ ഭാര്യയുടെ പേരിൽ, ഭർത്താവിൻ്റെ പേരിൽ, അമ്മായിമ്മയുടെ പേരിൽ, അമ്മാശൻ്റെ പേരിൽ, മക്കളുടെ പേരിൽ, സഹോദരങ്ങളുടെ പേരിൽ, കൂട്ടുകുടുംബാദി മിത്രാദികളുടെ പേരിൽ ഖത്തമോദിയവരാണ്. അതുപോലെ റബ്ബുത്തനബി പേരിൽ ഖത്തമോദിയവരുണ്ട്. അതുപോലെ ബദരീങ്ങളുടെ പേരിൽ ഖത്തമോദിയവരുണ്ട്. റബ്ബേ ഔലിയാക്കളുടെ പേരിൽ, അമ്പിയാക്കളുടെ പേരിൽ ഖത്തമോദിയവരുണ്ട്. ഒക്കെ നീ കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ അല്ലാഹു നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് എന്നും ഞങ്ങൾ ഇങ്ങനെ ഒരു സന്തോഷമായ ഒരു സമ്മാനമായി 2 വീതം ഇങ്ങനെ ഓതി 160ഓളം ദിവസം ഇരുന്ന് ഓതിക്കൊണ്ടാണ് ഒരു ഖത്തം പൂർത്തിയാക്കിയിട്ടുള്ളത്. റബ്ബേ കഴിവിൻ്റെ പരമാവധി തെറ്റുകൾ കൂടാതെ റബ്ബേ ഹാഫിദ് ഉസ്താദിൻ്റെ കൂടെ ശ്രദ്ധിച്ച് ഞങ്ങൾ ഓതാൻ ശ്രമിച്ചിട്ടുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ. ഖുർആന്റെ അഹ്ലുകാരിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളിൽ നിന്നോ മരണപ്പെട്ടു പോയ ഉമ്മയുടെ, ഉപ്പയുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, സന്താനങ്ങളുടെ, അമ്മാശൻ്റെ, അമ്മായിമ്മയുടെ ഒക്കെ പേരിൽ ഹദിയകൾ അയച്ചവരുണ്ട്. റബ്ബേ അവരുടെ ഖബറിലേക്ക് പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വതക്കകൾ നൽകിയവരുണ്ട്. റബ്ബേ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ റബ്ബേ ഇവിടെ ഒരുപാട് ആളുകളുടെ 100 ജില്ലാനം ആളുകളുടെ പേരുകൾ ഇവിടെ വായിച്ചു. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ പലവരും പല സന്ദർഭങ്ങളും കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. റബ്ബേ ഖത്തം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഇന്ന് 1772 ദിവസമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസമെങ്കിലും അല്പസമയമെങ്കിലും ഈ മജ്‌ലിസിൽ കയറി ഒന്ന് ഇറങ്ങിപ്പോയവരടക്കം റബ്ബേ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബറിടത്തിലേക്ക് ഇതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഹദിയയുടെ പ്രതിഫലം, ഖുർആൻ ഓതി ഇതിൻ്റെയൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് ആ ഖബറിൽ കിടന്നവർക്ക് സന്തോഷിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, മശായിഖന്മാർ, ഖൈറിൻ്റെ അഹ്ലുകാർ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങളൊക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. റബ്ബേ അവരുടെയൊക്കെ ദറജകളെ നിവർത്തി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് ഞങ്ങളൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് അല്ലാ ഞങ്ങൾ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളും ബന്ധുമിത്രാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, ഞങ്ങളെ നാടുകളെ പള്ളിക്കാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, ഞങ്ങളുടെ അയൽവാസികൾ, റബ്ബേ ഞങ്ങളെ ഹൃദയകാംക്ഷികൾ, ഞങ്ങളെ ഇൽമു പഠിക്കാൻ സഹായിച്ചവർ, റബ്ബേ അങ്ങനെ തുടങ്ങി മജ്‌ലിസിലേക്ക് ഹദിയ അയച്ചവർ, ഞങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്നവർ, റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളറിയാതെ പ്രാർത്ഥിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഈ മജ്‌ലിസുമായി ബന്ധപ്പെട്ടവരിൽ മരണപ്പെട്ടു പോയവർ, ഈ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കലേ ശേഷം മരണപ്പെട്ടു പോയ ആളുകൾ, ഇങ്ങനെ എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് നിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മയുടെ, എൻ്റെ വാപ്പയുടെ, എൻ്റെ അമ്മാശൻ്റെ, എൻ്റെ സഹോദരൻ്റെ, റബ്ബേ എൻ്റെ ഉസ്താദിൻ്റെ, അല്ലാഹുവിൻ്റെ മശായിഖന്മാരുടെ, ഞാനുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരൊക്കെ ഖബറിടത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. എൻ്റെ മരുമക്കളുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയവരുടെ ഖബറിടത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ. അവരുടെ ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. റബ്ബേ ഈ ഖത്തമുകളുടെയൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് അല്ലാഹുവേ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവർ ഒരു 500 ആളുകളെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 500 ഖത്തമെങ്കിലും അവർ ഓതിയിട്ടുണ്ടാകും. പക്ഷേ പലവരും 2 മുതൽ 4, 5, 6 ഒക്കെ ഖത്തം ഓതിയവരാണ്. അല്ലാഹു ഓതിയവർ ആരൊക്കെയാണ് എന്നും എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് വിഷമിച്ചുകൊണ്ടാണ് ഖത്തം ഓതിയതെന്നും ഓരോരുത്തർ എന്തെല്ലാം നിയ്യത്തുകൾ വെച്ചുകൊണ്ടാണ് ഖത്തം ഓതിയതെന്നും ഒക്കെ എല്ലാം അറിയുന്ന അല്ലാഹ് അവർ ഓതിയ ഖത്തമുകളൊക്കെ നീ സ്വീകരിച്ച് അവർ നിയ്യത്ത് വെച്ച് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അവർ
ഉദ്ദേശിച്ചവരുടെയൊക്കെ ഹദറത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുവാൻ, ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുവാൻ, ഖുർആന്റെ ശഫാഅത്ത് ലഭിക്കുവാൻ, ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെടുവാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ. ഖുർആനനുസരിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ, പരിശുദ്ധമായ റമളാൻ ശരീഫിൽ ഒന്നാമത്തെ ദിവസം സുബ്ഹി നമസ്കരിച്ചുകൊണ്ട് റബ്ബേ നിന്റെ കലാമ് പാരായണം ചെയ്തുകൊണ്ട് റബ്ബേ ഞങ്ങളോട് ഒരുമിച്ചിരിക്കുകയാണ്. എൻ്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാ ഞങ്ങളെ നീ വെറും കയ്യോടെ മടക്കല്ല അല്ലാ. ഞങ്ങളെ മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹു. ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശരീരമാസകലം വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കിഡ്നി സംബന്ധമായ രോഗമുണ്ട്, ഡയാലിസിസ് എന്ന പേഷ്യന്റുകളുണ്ട്, മൂത്ര സംബന്ധമായ വയറ് സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ കണ്ണിന് കാഴ്ചയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ചെവിക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ട് റബ്ബേ, പല്ലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ചർമ്മ സംബന്ധമായ പ്രയാസം കൊണ്ട്, പാണ്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാ. ഇങ്ങനെ തുടങ്ങി പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ശരിക്കൊന്ന് നടക്കാൻ കഴിയാതെ ശ്വാസം മുട്ടി വിഷമിക്കുന്ന ആളുകളുണ്ട്, ശരിക്കൊന്ന് അത്തഹിയാത്തിന് ഇരിക്കാൻ കഴിയാതെ കസാരയിൽ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകളുണ്ട്. റഹ്മാനായ റബ്ബേ, വീട്ടിലൊന്ന് അടിച്ചു വാരാൻ പോലും കഴിയാതെ പിന്നെ അലർജിയുടെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹു. ഇങ്ങനെ തുടങ്ങി പലവിധ പ്രയാസങ്ങൾ, രോഗങ്ങൾ, ചെറുതും വലുതുമായ അസുഖങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ക്യാൻസറിൻ്റെ ചികിത്സ നടക്കുന്നവരുണ്ട്, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയവരുണ്ട്, ഓപ്പറേഷന് വിരിച്ച രോഗികളുണ്ട്. റഹ്മാനായ റബ്ബേ, പലവരുടെയും ടെസ്റ്റുകൾ കാത്തുകൊണ്ട് അസുഖ നിർണയം അറിയാൻ വേണ്ടി ടെസ്റ്റിനയച്ചുകൊണ്ട് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. പലവരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഈ ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരന്മാര് റബ്ബേ, അവരുടെയൊക്കെ ബറക്കത്തുകൊണ്ട്, അവർ ഓതുന്ന ഖത്തമിന്റെ ബറക്കത്തുകൊണ്ട്, അവരുടെ ആമീന്റെ ബറക്കത്തുകൊണ്ട്, അവർ നൽകിയ ഹദിയകളുടെ സ്വതക്കുള്ള ബറക്കത്തുകൊണ്ട് അല്ലാഹു ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, 100 ചില്ലാനം വയസ്സായിക്കൊണ്ട് കിടന്ന കിടപ്പിൽ കൊണ്ട് വിഷമിക്കുന്ന റഫീഖാബി എന്ന് പറയുന്ന സഹോദരിയുണ്ട്. അതുപോലെ തന്നെ 100 ചില്ലാനം വയസ്സായ മറ്റൊരു സഹോദരി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ, അവരൊക്കെ ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ സജീവമായി ഉണ്ടായവരാണ്. ഉണ്ടായ പലവരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹു എന്തൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഖത്മോദിയൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ഹദിയകൾ അയച്ചവരുണ്ട്, അവരുടെ ഹദിയകളെ സ്വതക്കകളെ കബൂലാക്കണേ അല്ലാ. അവരുദ്ദേശിച്ചവരുടെ ഖബറിടത്തിലേക്ക് നിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ പ്രതിഫലം കണ്ടുകൊണ്ട് ഖബറിൽ കിടന്ന് സന്തോഷിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. സാമ്പത്തിക മേഖലയിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ബർക്കത്തുള്ള സമ്പത്ത് അവർക്കും ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ധാരാളം ദീനിന് വേണ്ടി ഖിദ്മ ചെയ്യാൻ, സമ്പത്ത് ചെലവഴിക്കാൻ റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ജോലികളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ, മാറാവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെ നീക്കാക്കണേ അല്ലാ. ഞങ്ങളെ അഹ്ലുകാരെ നീക്കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് നീ നൽകണേ അല്ലാ. അതിനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. സമ്പത്ത്, ആരോഗ്യം, പോകാനുള്ള കൂട്ടുകാരവരൊക്കെ നൽകിക്കൊണ്ട് റബ്ബേ നിന്റെ പരിശുദ്ധമായ ഗേഹം സന്ദർശിക്കാൻ, മുത്തനബി അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന സന്ദർശിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. പലവരും പേര് കൊടുത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്, അടുത്ത വർഷമെങ്കിലും പോകാനുള്ള ഭാഗ്യം ലഭിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാ നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സിഹ്ർമാരണങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ശൈത്വാനിയത്തിന് ജിന്നിഫ്രീത്ത് റുഹാനിയത്തിന് ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. നീ സലാമത്ത് നൽകണേ അല്ലാ. നീ ശിഫാ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ശത്രുത കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. റബ്ബേ, വീടും സ്ഥലവും
സ്ഥലം ഒന്ന് പേരിലായി കിട്ടാൻ അവിടെ സ്ഥലത്ത് വീടൊന്ന് പണിയാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. റബ്ബേ അല്ലാഹുവേ, നീ ഖൈറിന്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാ. പലവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, മക്കളുടെ ദുസ്വഭാവം മാറാന്, മക്കൾ ഹിദായത്തുള്ളവരാകാന്, ഭർത്താവിന്റെ ദുസ്വഭാവം മാറാന്, അതുപോലെ തന്നെ മക്കൾ നിസ്കാരമുള്ളവരാകാൻ വേണ്ടി, പരിശുദ്ധ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവരാകാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ, ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട് അല്ലാ, പ്രസവം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ, ഖൈറായ മക്കളെ നൽകണേ അല്ലാ. വിവാഹം നടക്കാതെ സങ്കടപ്പെടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ, സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, നീ സലാമത്തിലാക്കണേ അല്ല. കടങ്ങളൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ല. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കിക്കൊണ്ട് മരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളുടെ സമ്പത്തിലൊക്കെ നീ വിശാലത നൽകി ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അല്ലാ, ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, ആമീൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും, ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങളുണ്ട്, എല്ലാം അറിയുന്ന അല്ലാ, നീ സലാമത്ത് നൽകണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ മക്കളുമായി സന്താനങ്ങളെല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. കുടുംബത്തിന് സ്നേഹവും ബർക്കത്തും നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മഹൽ ഫദ്ൽ കൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. പടച്ചവനെ അല്ലാഹുവേ, പരിശുദ്ധ റമളാനിലാണ് ഞങ്ങളുള്ളത്. ഈ റമളാൻ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. റാഹത്തോടെ നോമ്പ് പിടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. തറാവീഹ് നമസ്കരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നോമ്പിന് തടസ്സമാകുന്ന, നോമ്പ് നഷ്ടപ്പെടുന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ നീ തരല്ല അല്ലാ. ഒരുപാട് റമദാനുകളിൽ ഒരുമിച്ച് കൂടുവാൻ, ഒരുപാട് പരിശുദ്ധമായ ഖുർആൻ ഓതി ഖത്മ തീർക്കുവാനുമൊക്കെ മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ലോകരക്ഷിതാവായ അർഹമുർ റഹീമായ അല്ലാ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്തു തരണേ അല്ലാ. ഈ പരിശുദ്ധമായ റമദാനിന്റെ റഹ്മത്തിന്റെ പത്താണ്. നീ റഹ്മത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ റഹ്മനാ യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹ്മനാ യാ അർഹമർ റഹീമീൻ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വർഗം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നരകമോചനം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ ലിഖാഹ് കാണാൻ, നിന്നെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ ഹബീബിനോടൊത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മരിക്കുന്നതിന്റെ മുമ്പ് നിന്റെ ഹബീബിനൊന്ന് കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. മരണം നന്നാക്കി തരണേ അല്ലാ. സ്വാലിഹീങ്ങളെ ദുനിയാവിൽ നിന്ന് വിട പറയും പോലെ റാഹത്തോടെ വിട പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار. റഹ്മാനായ റബ്ബേ, മജ്‌ലിസിൽ പേര് വായിച്ച ആളുകൾ, ഇനി പേര് വായിക്കാൻ ബാക്കിയുള്ള ആളുകൾ, അതുപോലെ പലവരും അറിയിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പെട്ടുപോയവർ എല്ലാം അറിയുന്ന അല്ലാഹ് എല്ലാവരുടെയും ഖത്മുകൾ കബൂലാക്കണേ, എല്ലാവരുടെയും ഹദിയകൾ കബൂലാക്കണേ, എല്ലാവരുടെയും ദുആവസിയത്തുകൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് അല്ലാഹ് പരിശുദ്ധമായ ഖത്മുമായി ഖുർആനുമായി ധാരാളം ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم امدد لنا في أعمالنا ووسع لنا في أرزاقنا واللهم يسر لنا أمورنا يا رب العالمين. ربنا عليك توكلنا وإليك أنبنا وإليك المصير.
الضالين ربنا اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربونا صغارا آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഇന്ന് നേരം വലിയത് നോക്കണ്ട. ഇൻഷാ അല്ലാഹ് നാളെ മുതലുള്ള ദിവസങ്ങൾ വളരെ ചുരുങ്ങിയ സമയം അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളെ മജ്‌ലിസുകൾ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെ ദുആയിലൊക്കെ വിനീതനെയും കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുസിക്കുമി ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.